Hello guys, welcome back to our channel Cousin Force. ഇന്ന് നമ്മൾ ഒരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് അച്ചു പറയും. പറയാം. എന്നുവെച്ചാൽ നമ്മൾ ലെറ്റർ ചാലഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ലെറ്റർ ചാലഞ്ചിൽ 10 റൗണ്ട് ഉണ്ട്. 10 റൗണ്ടിലും ഓരോ എന്ത് തെറ്റിയാലും പണിഷ്മെന്റ് ഉണ്ട്. അതാണ് ഈ കുപ്പിക്കാതിരിക്കുന്ന മുഴുവൻ കണ്ട വാരി വരുന്ന പണിഷ്മെന്റ്. അപ്പൊ ഈ പണിഷ്മെന്റ് മുഴുവനും ചെയ്യണം. 10 പണിഷ്മെന്റ് ഉണ്ട്. അത് ഭാഗ്യമായി 10 പണിഷ്മെന്റ് ചെയ്യണ്ട. അത് വേണ്ട പോയിന്റ് ഉണ്ട് കണ്ട. അപ്പുചനാണ് പോയിന്റ് ചെയ്തത്. ഇവിടെ അമ്മു ചേച്ചിയുടേത്, ഇവിടെ എന്റേത്. എന്റെ പേരെ അച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഗെയിം തുടങ്ങാൻ പോകുന്നു. ആദ്യത്തെ അക്ഷരം അമ്മു. ചേട്ടായിയുടെ പേര് ഓ കണ്ണ കണ്ണാപ്പി, കണ്ണൻ, കനക. അനിയന്റെ പേര് കണ്ണുകുഞ്ഞയോ? അത് പേരൊന്നുമില്ല. കണ്ണുകുഞ്ഞയോ? അതെന്തോന്നും പേര്. ആ കണ്ണുകുഞ്ഞി, കണ്ണുകുഞ്ഞി. ആ വീട് നിന്റെ സ്ഥലം എവിടെ? ഓ കാക്കയുടെ വീട്. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? ഞാൻ വിളിക്കും. ആ ഓക്കെ എഴുതോ. വേണ്ട, എനിക്ക് നോക്കറിയാം. ചോദിക്കുന്ന ചോദ്യത്തിന് വിപരീതമായ ഉത്തരം പറയുക. അപ്പു കുറെ ചോദ്യം ചോദിക്കണം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള ഉത്തരം. ഇപ്പൊ തണുപ്പാണെങ്കിൽ ചൂടെന്ന് പറയാം. അങ്ങനെയുള്ള നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ എക്സാമ്പിൾ ചോദിക്കില്ലേ? ആ ചോദിച്ചോ. ചൂടാണോ? കുളിക്കും അല്ല കുളിക്കില്ല. എടി എനിക്കാ. അപ്പോൾ അച്ഛൻ ഒരു പോയിന്റ് ആയിട്ടുണ്ട്. ഇനി അമ്മുവിന്റെ പ്രദർശനമായ ബാറ്റിങ്ങിന്റെ സമയമാണ് ഗേൾസ്. അച്ചു നിനക്കുള്ള ലെറ്റർ താ. ബാറ്റിങ് തുടങ്ങിക്കോ. ഇല്ല. എന്ത് ചെയ്യുന്നു? ഇന്നത് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യുന്നു. അതില്ല. മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ അത് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. ഒരു പണിഷ്മെന്റ് ഇങ്ങോട്ട് എടുത്തിട്ട് കുലുക്ക് കുലുക്കും കുലുക്ക്. മതി 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 കുലുക്കിയത്. അത് ഞാൻ കുലുക്കണ്ട. അമ്മ മൊത്തത്തിൽ കുലുക്കി പോയി. നിനക്കൊന്നും തരൂല, കൈ നേരിക്കൊണ്ടിരിക്കില്ല. എനിക്ക് തോന്നി ഞാൻ എഴുതിയപ്പോൾ ഇത് അച്ഛൻ എന്നെ വരുമെന്ന്. എതിരാളി പറയുന്ന 5 ഇമോഷൻ കോമഡി രൂപേണ ചെയ്യുക. അമ്മോ, ഇപ്പൊ നീ 5 ഇമോഷൻ പറയാ, 5 നവരസങ്ങൾ അത് പറയാ. അതവൻ കോമഡി രൂപത്തിൽ ചെയ്യണം. അവള് പറയുന്ന ഇമോഷൻ എന്താ? അവളെ ചിരിച്ചോണ്ട് ചിരി സഹിക്കാൻ പറ്റില്ല. ഇത് ആറ്റിറ്റ്യൂഡ് അല്ലേടി, ഇത് ദേഷ്യമാണ്. ആ ഇപ്പൊ ശരി. അടുത്തത് അതല്ലേ ദേഷ്യമെന്ന് പറഞ്ഞത്. ഓ തേടേ ഓക്കെ കഴിഞ്ഞ 5 ആയല്ലോ. അടുത്തത് ആരാ ഇപ്പൊ ഉത്തരം പറഞ്ഞത്?
നീയാണോ ഉത്തരം പറഞ്ഞത്? അപ്പൊ ഇനി അടുത്ത ലെറ്റർ അമ്മൂന്. അടുത്ത അമ്മൂനാണ് ലെറ്റർ. അച്ചു ക്വസ്റ്റ്യൻ ചോദിക്കണം. അമ്മൂന് പോയിന്റ് ഇടൂ. ഇനി അടുത്ത അമ്മൂന് ലെറ്ററും അച്ഛന് ചോദ്യം. അമ്മൂനും അപ്പൂനും ഇപ്പൊ അച്ഛനും അമ്മൂനും ഇപ്പൊ എത്ര മാർക്കായി കാണിച്ചോട്. ഗൈസ് 1-1 എങ്ങനെയാ? ഓക്കെ, വാങ്ങി അറിഞ്ഞു ലെറ്റർ ആകസ്മികമായ ബാറ്റിങ്ങിലൂടെ ഒന്ന് കരസ്ഥമാക്കി നമ്മളെ അവർക്ക് അടുത്ത ലെറ്റർ കൊടുക്കാവുന്നതാണ്. ഉണ്ട് ജാ വെച്ച് പേരുണ്ട്. ആവശ്യകരമായ അമ്മയുടെ പേരാ ജാനി. ചാണ്ട പേര് വീടെവിടെ? ജാനകിക്കുട്ടിയിലോ. വീട് പേര് ഈ നാടിന്റെ പേര്, നമ്മുടെ ഈ നാടിന്റെ പേര് കേരളത്തിൽ എത്ര നാട് സംസ്ഥാനമുണ്ട്? നീ കുറെ നേരം കൊണ്ട് സംസാരം ചോദിക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് സംസ്ഥാനമാണ് ചോദിച്ചത്. ഇല്ല ചോദിച്ചത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണ്ട. സംസ്ഥാനം 14 എത്ര ഉണ്ടെന്ന് എനിക്ക് ഇത്ര നല്ല അറിഞ്ഞൂടി. എത്ര പേരുണ്ട് വീട്ടില്? ജഞ്ചാറൊന്നുമില്ല. നോക്കുക തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളെ പുകഴ്ത്തുക. അച്ഛനെ പുകഴ്ത്തി തള്ളാം മുസേ. അവ അങ്ങോട്ട് തട്ടണം. അവന്റെ ഫാന് അവന്റെ തല തോണ്ട് ഈ ഫാനിലിടിക്കണം. അങ്ങനെ പൊക്കണം അവനെ. അച്ഛൻ നിഷ്കളങ്ക മനസ്സുള്ള ആളാണ്. ദേഷ്യം വന്നാലും അതൊക്കെ സ്വാധീനിച്ചാൽ മനസ്സിൽ തന്നെ ഇരിക്കും. ഭയങ്കര കെയർഫുള്ളിയാണ്. ചുമ്മാ വെറുതെ തള്ളു. പിന്നെ സ്കൂളില് പോലല്ലേ വീട്. എനിക്കൊന്നും കിട്ടുന്നില്ല. അവനൊരു നല്ല കുട്ടിയാണ്. നിഷ്കളം പോയിട്ട് പഠിക്കും. പറ. അച്ഛൻ്റെ പേര് അച്ഛനാണ്. അച്ഛൻ്റെ നാട് അച്ഛൻ്റെ നാടാണ്. അച്ഛൻ്റെ വീടാണ്. പിന്നെ എന്റെ വീട് അപ്പുറത്തെ മാമിന്റെ വീടാവൂല. വാടകയ്ക്ക് വാങ്ങിച്ചതിന്റെ വീടാവും. ഓക്കെ, കഴിഞ്ഞ ബോധം വല്ല ഉണ്ടോ? ഇനി ഒന്നുമില്ല പ്ലീസ്. പൂജി മടുത്താ തീർന്ന. പറഞ്ഞോ. ഓക്കെ, അപ്പൊ അടുത്തത് അപ്പു മാർക്കിട്ടോ. അപ്പൊ നോക്കട്ടെ, കാണിച്ചാ മാർക്ക് കാണിച്ചാ. എനിക്ക് 2, അമ്മൂച്ചിക്ക് 1. ഓക്കെ ഗൈസ്, നമ്മള് 3 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. 3 റൗണ്ട് കഴിയുമ്പോൾ ഞാനാണ് ലീഡിങ്ങില്. എനിക്ക് 2 പോയിന്റ് ആയിട്ടുണ്ട്. അമ്മൂച്ചിക്ക് 1 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കാണ്? എനിക്കറിയണം. അടുത്ത ലെറ്റർ എനിക്കാണ് ഗൈസ്. നിനക്കുള്ള ലെറ്റർ ചോദിച്ചോ. സിനിമ ആലോചിച്ച് കഴിഞ്ഞു. എടുത്തോ. ഞാൻ കുളിക്കും, നിങ്ങളെല്ലാരും എടുത്തോ. ഇതെന്തൊരു കളി. ഇത് ഉത്തരം പറയാൻ അറിഞ്ഞൂടത് പിള്ളേര്. തെറിച്ച് അതെടുത്താ ചെപ്പു എടുത്തോ. നോക്കി ഇങ്ങ് ഹലോ ഉത്തരം പറഞ്ഞ സൗണ്ട് വരാതെ പറയുക. ഞാൻ പറയുന്ന ഒരു സാധനം, പറയേണ്ട സാധനം ഞാൻ കാണിച്ചതേ ഗൈസ്. ഇതാണ് ഗൈസ് അച്ചു സൗണ്ട് വരാതെ പറഞ്ഞ് വലിപ്പിച്ച് പറയേണ്ട കാര്യം. ആ വെച്ചത് പറയാം, പക്ഷെ സൗണ്ട് വെളി വരരുത്. പറയണം. ഇവര് വാ വെച്ച് പറയാം, സൗണ്ട് കേൾക്കാൻ പാടില്ല. വാ അനക്കാൻ സൗണ്ട് കേട്ടൂടാ. മനസ്സിലായ? അപ്പോൾ കളി മനസ്സിലായ? ഓക്കെ. നീ ആൻസർ പറയരുത്. നിനക്ക് മനസ്സിലായാലും നീ ആൻസർ പറയരുത്. അമ്മ വേണം പറയാൻ. ഓക്കെ, തുടങ്ങിക്കോ. ഇങ്ങ് വാ.
നിന്ന് കാണിക്കണേ നിന്ന് കാണിക്കാം, ഇരുന്ന് കാണിക്കണേ ഇരുന്ന് കാണിക്കാം, നിന്റെ ഇഷ്ടം. വളരെ നിർണായക യുവർ വിഷ്. എത്ര എണ്ണം ഉണ്ട് ഇതിന്? എത്ര എണ്ണം ഉണ്ട്? അഞ്ചെണ്ണോ? ഒരെണ്ണം ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരെണ്ണം. എത്ര ഉണ്ടാ? നിനക്ക് വാ വെച്ച് കാണിക്കാം, വാ വെച്ചത് പറഞ്ഞു കൊടുക്കാം. സൗണ്ട് കേൾക്കാൻ പാടില്ല. സൗണ്ട് കേൾക്കാം, നിനക്ക് വാ വെച്ചത് പറയാം. പുരി പുരിവാരി പുരിവാരി ഓ ഞാൻ എളുപ്പമുള്ളത് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് പറയാൻ വെച്ച് കുറച്ചുകൂടെ കടുപ്പമുള്ള ഇടായിരുന്നു. ആ ഓക്കെ. എത്ര പോയിന്റ് ആയി? അമ്മന് പോയിന്റ് ഇട്ടോ? അല്ലല്ല അച്ഛന് പോയിന്റ് ഇടും. അതെങ്ങനെ അച്ഛൻ ആ പണിഷ്മെന്റ് അല്ല ആ ഇല്ല അമ്മുന് തന്നെ അച്ഛൻ അത് ചോദിച്ച ഉത്തരത്തിന് ഇത് ചെയ്തില്ലല്ലോ, പണിഷ്മെന്റ് അച്ഛനല്ലേ കിട്ടിയ. ഓക്കെ അപ്പം 2-2. ഇപ്പോൾ നിലവിൽ 2-2. 2-2. ഓക്കെ 2-2 നിൽക്കുന്ന ഇവരുടെ അടുത്ത ലെറ്റർ ഞാൻ നിർണ്ണയിച്ചിരിക്കുന്നു. അടുത്ത ലെറ്റർ പ. ആർക്ക്? അമ്മൂനല്ലേ? ഇല്ല പാലി. നീ വീട് എവിടെ? പാലംകോട്ട പാലംകോട്ട. ചേട്ടാ ചേട്ടാ എത്ര പഠിക്കുന്നു? 10 കഴിഞ്ഞ +1 ഇല്ല എനിക്ക് പോടി. ചേച്ചി എത്ര ആവും? ചേച്ചി ഞാനോട് പറഞ്ഞത് ഡ്രിങ്ക്സാ. ചേട്ടാ 10 കഴിഞ്ഞാണ് കേട്ടാ. ചേച്ചി 10. നീ എന്ത് ചോദിക്കാം? ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? പനീർ മസാല. ഇന്നലെ മീനി ചൊണ്ടാക്കി സാധനമല്ലേ? ഇന്നലെ മീനി ചൊണ്ടാക്കി സാധനമല്ലേ? പല്ലിയൊന്നുമില്ല. പല്ലി അതെന്തൊരു സാധനം? എന്താ പറയാ പാവച്ച് പല്ലി എന്താ പറയാ പാവച്ച് എന്താ പറയാ പലപ്പോഴും വല്ലാതൊന്നും പറയാൻ പറ്റൂല. പോണേ ഇല്ല പല്ലൊന്നുമില്ല. പല്ലയൊന്നും പറയാൻ ഒക്കൂല. ഒന്നാതെ പറയാവോ? ഇല്ലാന്നോ? ഇല്ല അല്ല പല്ലാന്നല്ല പറയും. പോട്ട് പല്ലെന്നൊക്കെ പറയാം. പല്ലാതൊന്നും പറഞ്ഞില്ല. 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ പിടിച്ചെന്ന്. ആ ഓക്കെ ഇങ്ങനെ വാ. ഇതാണ് ഗൈസ് അമ്മൂനുള്ള പണിഷ്മെന്റ്. ഒന്നുകൂടെ പിടിച്ചാൽ വെച്ചു. ഇതാണ് ഗൈസ് അമ്മൂനുള്ള പണിഷ്മെന്റ്. നമുക്കത് അമ്മൂന് കൊടുക്കാം. വാ എണീറ്റോ, വാ എണീച്ചു വാ. ഞാനൊരു കാര്യം പറഞ്ഞു തരും. ആ സാധനം നീ എന്ത് ചെയ്യണം? ഇവർക്ക് ആംഗ്യത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു പറയണ്ടല്ലോ. എന്ന് ചോദിക്കണം. ചിലപ്പോൾ ചോദി ആംഗ്യമാണേ. ആംഗ്യം ഇല്ല സംസാരിച്ചിട. ആംഗ്യം വെറും ആംഗ്യം. തനിക്ക് നാണോ? എനിക്ക് നാണമുണ്ട്. തനിക്ക് നാണം ഇല്ലേടാ. തനിക്ക് നാണമില്ലേടോ. അക്കപ്പം പണിഷ്മെന്റ് ഇട്ടു. അച്ഛന് 1 പോയിന്റ്. എനിക്ക് 3 അമ്മൂസിക്ക് 2. 2 5 റൗണ്ട് കഴിഞ്ഞു. സക്സസ്. ഇനി അടുത്ത എനിക്കല്ലേ? 5 റൗണ്ടാ? 5 റൗണ്ടായി. ഓ ഇനി 5 റൗണ്ട്. ഇനി ഇതാണ് ഇഷ്ടം പോലെ. ഇതില് ഇനി 1 2 പണിഷ്മെന്റ് ഉണ്ടല്ലോ അതില്, മതി കുഴപ്പമില്ല. അടുത്ത ലെറ്റർ കൊടുത്തോ? ഇത് 4 കൂടെ ഉണ്ട്. പണിഷ്മെന്റ് കൊടുത്തോ? അപ്പൊ എനിക്ക് അടുത്ത ലെറ്റർ ബ. എനിക്ക് വാ പറഞ്ഞടോ. ഇല്ല വാ പറഞ്ഞില്ല. ബ പറഞ്ഞില്ല. വാ പറഞ്ഞില്ല. ബ പറഞ്ഞില്ല. എനിക്കാണ് കേട്ടാ വാ. ആ ഓക്കെ. പറഞ്ഞ് ഇല്ല വാ പറഞ്ഞില്ല. വാ ഞാൻ പറഞ്ഞില്ല. വാ പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. ചായാണ്. ചായാണ് പറഞ്ഞത്. വാ പറഞ്ഞ പിന്നെ വാ പറഞ്ഞില്ല. വാ പറഞ്ഞില്ല. വീടെവിടെ? ഇത് വെള്ളായിനി. ലൈനിലെവിടെ? വെള്ളാനിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് തന്നെ വാ വെച്ച് ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്നു. എനിക്ക് അറിയാൻ വെള്ളം തന്നെ. എനിക്ക് അറിയാൻ വെള്ളം തന്നെ. എനിക്ക് അറിയാൻ അവൻ അറിയാവുന്നത് പറയാൻ പറ്റുള്ളൂ. ആ വീടെവിടെ? കുലുക്കി ഇടപ്പോ. കുലുക്കി പറഞ്ഞ എടുത്തോട്. ശുഭകരമായി ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് പണിഷ്മെന്റ് അച്ചുവിന്. എട് അമ്മ എട്. ഇപ്പൊ ഈക്കിൽ പോയിട്ടോ. എനിക്കത് അപ്പൊ അത് ഒരു റൗണ്ട് കൂടെ കളിക്കും.
തുറന്ന് നോക്കണ എനിക്ക് കണ്ടൂടാ. ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പരിചയവുമില്ലാത്ത അല്ലെങ്കിൽ അതുമായി ഒരു യാതൊരു ബന്ധവുമില്ലാത്ത ഉത്തരം പറയുക. അമ്മു അമ്മു. ഞാൻ ചോദിക്കണോ? അപ്പോൾ എല്ലാം റൗണ്ടും കഴിഞ്ഞിരിക്കുന്നു. പോയിന്റ് 3 രണ്ടുപേർക്കും ഈക്വലായി കാണിച്ചാണ്. കാണിച്ചവർക്ക് 3-3 കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടെ നടത്തേണ്ടി വരും. ഇല്ലെങ്കിൽ ബമ്പർ റൗണ്ടിലോട്ടുള്ള വിന്നറിനെ കിട്ടാൻ പാടാണ്. ഏത് കളി കളിക്കാം? ബമ്പറിലോട്ടല്ലേ? പീക്ക് ഏത് കളി? പിക്കാച്ചോ? വീക്കാച്ചോ അല്ലെങ്കിൽ സ്റ്റാർ പേപ്പർ സിസേഴ്സ്? എത്ര മാർക്കിന്? 10. അത് 5 5 5 5. അപ്പം ഇവിടെ കൂട്ടണോ അത്? വേണ്ട, അവര് കൂട്ടിക്കോളും. ഓക്കെ. Salt, pepper, scissor. Salt, pepper, scissor. Salt, pepper, scissor. ഞാൻ വെച്ചുകൊടുത്തേ കേട്ടാ. ഓഹോ, Scissor. Salt, pepper, 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 scissor. ഓക്കെ. വിന്നറിനെ ബമ്പർ റൗണ്ടിലേക്ക് ഇതാണ് കളിച്ചത്. നമ്മൾ വിന്നേഴ്സിനെ കിട്ടിയിരിക്കുന്നു. അമ്മുവാണ് നമ്മുടെ വിന്നർ. പേപ്പർ ബമ്പർ റൗണ്ടിലേക്ക് Okay. അമ്മുവിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് guys. അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ബമ്പർ round. പാട്ടിട്ട് എല്ലാവരും കാണിച്ചിട് ബമ്പർ ഓക്കെ, ബമ്പർ റൗണ്ട് ഞാൻ പറയാം. ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. നിൻ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. എന്റെ അമ്മോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കമന്റ് ചെയ്യാം. ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. കമന്റ് ബോക്സ് ഓണാണെങ്കിൽ കമന്റ് ചെയ്താൽ. ബൈ ബൈ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ബൈ.